ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസിനെ കുറിച്ചാണ്. പ്രധാന പുരോഹിതൻ്റെ ഭവനത്തിൻ്റെ മുറ്റം വരെ ഈശോയെ അകലെയായി പത്രോസ് അനുഗമിച്ചു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുക എന്നാണല്ലോ അർത്ഥം. കൂടെയാണ് നടക്കേണ്ടത്. പക്ഷേ വചനം പറയുന്നു പത്രോസ് അകലെയായി അനുഗമിച്ചു എന്ന്. കർത്താവിനെ അനുഗമിക്കുന്നതിൽ പത്രോസ് വരുത്തിയ അന്തരം, ദൂരം, അവൻ പാലിച്ച അകലം അവൻ്റെ ആധ്യാത്മികതയെ കാണിക്കുന്ന ഭാഗമാണ്. പലപ്പോഴും അകലെയായുള്ള നടത്തമാണ് സാവധാനം തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും ഒക്കെ കാരണമാകുക. നമ്മുടെ സ്നേഹബന്ധങ്ങളെ ഒന്ന് ആലോചിച്ചാൽ മതി. വളരെ അടുത്ത് അനുഗമിക്കുന്നവരെ, ചേർത്ത് പിടിക്കുന്നവരെ, കൂടെയായിരിക്കുന്നവരെ ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും ഒക്കെ നമുക്ക് സാധിക്കില്ല. എന്നാൽ അകലെയുള്ളവരെ, ഹൃദയത്തിൽ നിന്ന് അകലം പാലിക്കുന്നവരെ പെട്ടെന്ന് മറന്നു കളയാനും വേണ്ടാന്ന് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. ഈ നോമ്പുകാലം കർത്താവ് നമുക്ക് എത്രമാത്രം ദൂരെയാണ് എന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്തായിരിക്കട്ടെ. കർത്താവിൻ്റെ ഏറ്റവും അടുത്ത് നമ്മളുണ്ടെന്നും നമ്മുടെ ഏറ്റവും അടുത്ത് കർത്താവുണ്ടെന്നും ഉറപ്പിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ആധ്യാത്മികതയിലേക്ക് കടന്നു ചെല്ലാൻ ഈ നോമ്പുകാലം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.